തമിഴ്നാട്ടിലെ തെങ്കാശി, തിരുനെൽവേലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് തെക്കൻ കേരളത്തിലേക്ക് അത്തപ്പൂക്കളമിടാൻ പൂവെത്താറ്. ജമന്തി പൂക്കളാണ് തെങ്കാശിയിലെ പൂപ്പാടങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഓണക്കാലത്ത് മികച്ച വില ലഭിക്കുമെന്നത് തന്നെയാണ് ജമന്തി കൃഷി ചെയ്യാൻ കാരണം. കാർഷിക സമൃദ്ധിയുടെ വർണ്ണക്കാഴ്ചകളാണ് ഈ പൂപ്പാടങ്ങൾ. ജമന്തി കൃഷിയാണ് തെങ്കാശിയിലെ ശങ്കരൻകോവിൽ പൂക്കൃഷിക്കാർ പ്രധാനമായി കൃഷി ചെയ്യുന്നത്. ഓണക്കാലമായതോടെ ജമന്തി പൂക്കൾക്ക് ആവശ്യക്കാരേറെയായി. നല്ല വിലയും ഓണക്കാലത്ത് ജമന്തിക്ക് ലഭിക്കാറുണ്ടെന്നും കർഷകർ പറയുന്നു. ഓണത്തിനടുത്ത് നല്ല വിൽപ്പനയാവുമെന്ന് நினைக்கிறோம். இங்கிருந்து கேந்தி, கொத்துரோஜா, மல்லி இதெல்லாம் கேரளாவுக்கு விற்பனை ஆகுது. இப்போ ஓணத்துக்கு முன்னே வந்து 30-40 ரூபாய்க்கு பூ வித்துக்கிட்டு இருந்தது. இப்போ ஓண சீசன்ல வந்து 50-60 ரூபாய் விற்கி. இன்னும் 2 நாளாக பூ நல்ல ரேட்டு விற்கும். മാർക്കറ്റിലൊക്കെ നല്ല കേരളക്കാരങ്ങൾ வந்து നല്ല വിരുമ്പി വാങ്ങിട്ട് പോയിട്ട് இருக்காங்க. നെൽകൃഷിക്കും മറ്റും ഇടവിളയായിട്ടാണ് പ്രധാനമായി ജമന്തി കൃഷി നടത്താറ്. ചെടി മുളച്ചു കഴിഞ്ഞാൽ 40 ദിവസത്തിനകം പൂ ലഭിക്കുകയും ചെയ്യും. ഓണക്കാലം മാത്രം ലക്ഷ്യമിട്ട് 2 മാസം മുൻപ് മാത്രമാണ് തെങ്കാശിയിലെ കർഷകർ ജമന്തി വിത്ത് വിതയ്ക്കാറ്. മലയാളികൾക്ക് അത്തപ്പൂക്കളമിട്ട് ഓണം ആഘോഷിക്കാനാണ് തമിഴ്നാട്ടിലെ ഈ പാടങ്ങളിൽ പൂക്കൾ വിരിയുന്നത്. തെങ്കാശിയിലെ പൂപ്പാടത്തു നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ.